A+ ട്യൂബിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കെട്ടിട നിർമ്മാണത്തിനു വേണ്ടിയുള്ള പെർമിറ്റ് ഫീസിലെ കുറവ് യാഥാർത്ഥ്യവുമായി എത്ര തരത്തിൽ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇളവ് ഈ കൊട്ടിഘോഷിക്കുന്ന തരത്തിലുള്ള ഇളവ് തന്നെയാണോ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഉദാഹരണ സഹിതം ഇന്ന് ഈ ചാനൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സർക്കാർ വലിയ വർധനവ് കെട്ടിട നിർമ്മാണ രംഗത്ത് വരുത്തിയത് 2023 ഏപ്രിൽ 10 മുതലാണ്. ആ വർധനവ് വളരെ അസഹനീയമായ തരത്തിലായതുകൊണ്ട് വ്യാപകമായ പ്രതിഷേധമാണ് അതിനെതിരെ ഉണ്ടായത്. പലരും ആ തെറ്റ് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അതിന് തയ്യാറായില്ല. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തികപരമായ നിലവിലുള്ള സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആണ് എന്ന് സർക്കാർ വ്യാഖ്യാനിക്കുകയും അതനുസരിച്ച് വർദ്ധിപ്പിച്ച പെർമിറ്റ് ഫീസിൽ നിന്നോ അപേക്ഷാ ഫീസിൽ നിന്നോ ഇളവ് വരുത്തില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ വൻ തിരിച്ചടി സർക്കാരിന് അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ പല തെറ്റുകളും തിരുത്തേണ്ട സാഹചര്യം സർക്കാരിന് ഉണ്ടായി. അതിൻ്റെ പ്രതിഫലനം എന്നുള്ള രീതിയിലാണ് ഇക്കഴിഞ്ഞ ദിവസം പെർമിറ്റ് ഫീസിലും അപേക്ഷാ ഫീസിലും ഇളവ് വരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷേ ഇത് വലിയ തോതിൽ വർദ്ധിപ്പിച്ച പെർമിറ്റ് ഫീസിൽ ചെറിയ തോതിലുള്ള ഇളവുകൾ അല്ലാതെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ വിശകലനം ചെയ്തു നോക്കിയാൽ ജനങ്ങളുടെ മേൽ നേരത്തെ വർദ്ധിപ്പിച്ച, അതായത് 2023 വർദ്ധിപ്പിച്ച കെട്ടിട നിർമ്മാണ അപേക്ഷാ ഫീസും പെർമിറ്റ് ഫീസും ഏകദേശം വലിയ കുറവില്ലാതെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണം നോക്കുക. 2023 ഫീസ് വർധനയ്ക്ക് മുമ്പ്, അതായത് സർക്കാർ 2023 പ്രഖ്യാപിച്ച പുതിയ പെർമിറ്റ് ഫീസിൽ മുമ്പ് പഞ്ചായത്ത് പ്രദേശത്ത് 150 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീട് നിർമ്മിക്കാനായി പെർമിറ്റ് ഫീസ് ഒരു ചതുരശ്ര മീറ്ററിന്, അതായത് ഒരു സ്ക്വയർ മീറ്ററിന് 7 രൂപ മാത്രമായിരുന്നു. അങ്ങനെ വരുമ്പോൾ 150 ചതുരശ്ര മീറ്റർ സ്ക്വയർ മീറ്റർ വീടിന് 1050 രൂപയാണ് നമ്മൾ പെർമിറ്റ് ഫീസായി നൽകേണ്ടിയിരിക്കുന്നത്. അതായത് ഒരു സ്ക്വയർ മീറ്ററിന് 7 രൂപ പ്രകാരം 150 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടിന് ആകെ നൽകേണ്ടത് 1050 രൂപയായിരുന്നു പെർമിറ്റ് ഫീസായി നൽകേണ്ടിയിരുന്നത്. ഇതിനെ ചെറുകിട നിർമ്മാണമായി കണക്കാക്കി ഈ തുകയിൽ നിന്ന് 50% ഇളവ്, അതായത് 3.5 രൂപ 3.5 രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പെർമിറ്റ് ഫീസ് ഇനത്തിൽ നൽകേണ്ടി വരുന്ന ആകെ തുക 525 രൂപ മാത്രമായിരുന്നു. ഈ തുകയാണ് 2023 വർധനവിന് ശേഷം 150 ചതുരശ്ര മീറ്ററുള്ള വീടിന് പെർമിറ്റ് ഫീസ് ഇനത്തിൽ നമ്മൾ നൽകേണ്ട തുക 7500 രൂപയായിട്ടാണ് സർക്കാർ വർദ്ധിപ്പിച്ചത്. 2023 സർക്കാർ വർധനവാണ് ഞാൻ പറഞ്ഞത്. 7500 രൂപ ആയി 525 രൂപ ഉണ്ടായിരുന്ന പെർമിറ്റ് ഫീസിന് നമ്മൾ 7500 രൂപ അടയ്ക്കേണ്ട സ്ഥിതി സർക്കാരിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്ന് 2023 പ്രാബല്യത്തിൽ വന്നു. ചതുരശ്ര മീറ്ററിന് 50 രൂപ നിരക്കിലായിരുന്നു ഈ വർധനവ്. ഇതിൽ നിന്നാണ് 50% ഇളവ് കഴിഞ്ഞ ദിവസം സർക്കാർ വരുത്തിയത്. അങ്ങനെ വരുമ്പോൾ പെർമിറ്റ് ഫീസ് 3750 രൂപയായി എന്നുള്ളതാണ് വസ്തുത. 525 രൂപ നൽകേണ്ടിയിരുന്ന വീടിന് ഇപ്പോഴും
3750 രൂപ അടയ്ക്കണം എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഫലത്തിൽ 525 രൂപ, അതിൽ നിന്നും 3750 രൂപയായി മാറിയ പെർമിറ്റ് ഫീസ് ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. സർക്കാർ ഫീസ് വലുതായിട്ട് കുറച്ചു എന്ന് പറഞ്ഞാൽ സർക്കാർ വർദ്ധിപ്പിച്ച ഫീസിൽ നിന്നും ഈ ചെറിയ തുകയുടെ ഇളവ് മാത്രമാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഒന്നും കൂടി വ്യക്തമാക്കി പറയാം. പെർമിറ്റ് ഫീസ് സർക്കാർ 2023 വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് 2 സ്ലാബുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 150 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളും 150 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകളും എന്നതായിരുന്നു ആ 2 സ്ലാബുകൾ. 2023 പെർമിറ്റ് ഫീസ് വർധനവിനെ തുടർന്ന് സർക്കാർ തറ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീടുകളെ 4 സ്ലാബുകളായിട്ടാണ് തരംതിരിച്ചത്. 80 ചതുരശ്ര മീറ്റർ വരെ ഉള്ള ഒരു സ്ലാബ്, 81 ചതുരശ്ര മീറ്ററിൽ തുടങ്ങി 150 ചതുരശ്ര മീറ്റർ വരെയുള്ള മറ്റൊരു സ്ലാബ്, 151 ചതുരശ്ര മീറ്റർ മുതൽ 300 ചതുരശ്ര മീറ്റർ വരെയുള്ള മറ്റൊരു സ്ലാബ്, 300 ചതുരശ്ര മീറ്ററിന് മുകളിൽ ഉള്ള സ്ലാബ്. ഇങ്ങനെ 4 സ്ലാബുകളാണ് സർക്കാർ 2023 പ്രഖ്യാപിച്ചത്. അതിനു മുമ്പ് ചെറുകിട നിർമ്മാണങ്ങളുടെ പരിധിയിലായിരുന്ന 50% വരെ പെർമിറ്റ് ഫീസ് ഇളവുണ്ടായിരുന്ന 150 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകളെ 2 സ്ലാബുകളാക്കി അതിൽ 80 ചതുരശ്ര മീറ്ററിന് താഴെയുള്ള വീടുകളെ ചെറുകിട നിർമ്മാണങ്ങളുടെ പരിധിയിൽപ്പെടുത്തി 80 ചതുരശ്ര മീറ്ററിന് മുകളിലുള്ള വീടുകളെ ചെറുകിട നിർമ്മാണങ്ങളുടെ പരിധിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇതോടെയാണ് സാധാരണക്കാർ നിർമ്മിക്കുന്ന വീടുകൾ ഉൾപ്പെടെ ചിലവേറിയ നിർമ്മാണത്തിൻ്റെ പരിധിയിലേക്ക് മാറ്റി വൻതുക പെർമിറ്റ് ഫീസായി ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഫീസ് വർധനവ് വരുന്നതിന് മുമ്പ് 3.5 രൂപ മുതൽ 10 രൂപ വരെ ആയിരുന്ന പെർമിറ്റ് ഫീസ് 7 രൂപ മുതൽ 300 രൂപ വരെയാക്കി ഉയർത്തുകയാണ് സർക്കാർ കഴിഞ്ഞ വർധനവിൽ ചെയ്തത്. അതിന് തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം വ്യാപകമായ പ്രതിഷേധം പല ഫോറങ്ങളിലും ഉണ്ടാവുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിയും മുൻനിർത്തിക്കൊണ്ട് ഈ പറയുന്ന തുകയാണ് 7 രൂപ മുതൽ 150 രൂപ വരെയാക്കി മാറ്റിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടായത് വലിയ ഒരു ഇളവല്ല എന്ന് ഈ കാര്യത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. വലിയൊരു വർധനവ് വരുത്തിയിട്ട് ചെറിയൊരു ഇളവ് കൊണ്ടുവന്ന് ഇളവ് വരുത്തി എന്ന് സർക്കാർ അതിന് വ്യാഖ്യാനം നൽകുന്നു എന്ന് ചുരുക്കം. അതിന് സർക്കാർ 2023 കൊണ്ടുവന്ന നിരക്ക് വർധനവിന് മുമ്പ് എത്ര തുകയായിരുന്നു നിലവിലുണ്ടായിരുന്നതെന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇക്കാര്യം ആർക്കും ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്ന ഇളവ് ഒരു പരിധിവരെയെങ്കിലും ജനങ്ങൾക്ക് ആശ്വാസകരമാണ് എന്ന് മാത്രമേ പറഞ്ഞ് വെക്കാൻ ഉള്ളൂ. അല്ലാതെ മുൻപ് വരുത്തിയ വർധനവ് പൂർണ്ണമായ തോതിൽ സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ല. അതിൽ നല്ലൊരു ശതമാനം ഇപ്പോഴും ആ വർധനവ് നിലനിൽക്കുന്നു എന്ന് ചുരുക്കം. ആ വർധനവിൻ്റെ നിലവാരം എങ്ങനെയാണ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും എന്ന് ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ വിവരിക്കുന്നുണ്ട്. അതായത് നിലവിലുണ്ടായിരുന്നതും ഇപ്പോൾ വരുത്തിയ വർധനവും എങ്ങനെയൊക്കെയാണ് ഈ 4 സ്ലാബുകളിലുള്ള കെട്ടിടങ്ങളെ ബാധിക്കുക എന്നുള്ളത് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ വിവരിക്കുന്നുണ്ട്. നന്ദി.